സഹോദരങ്ങളെ, ഇമാം നസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനൻ അൽ കുബ്രയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇപ്രകാരമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഫാത്തിമ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരോട് ഒരിക്കൽ പറഞ്ഞു. ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4ാമത്തെ മകളാണ്. അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അധികം സാദൃശ്യമുണ്ടായിരുന്ന അവിടുത്തെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവിടുന്ന് പറഞ്ഞു, മാ യംനഉകി അൻ തസ്മഇ മാ ഊസികി ബിഹ്. ഫാത്തിമ, നിനക്ക് ഞാൻ വസിയത്തായി നൽകുന്ന ഈ കാര്യം അത് കേൾക്കാൻ എന്താണ് നിനക്കുള്ള തടസ്സം? വഅൻ തഖൂലി ഇദാ അസ്ബഹ്തി വഇദാ അംസൈത്. രാവിലെയും വൈകുന്നേരവും ഞാൻ ഈ പറഞ്ഞു നൽകുന്ന വാക്കുകൾ ചൊല്ലാൻ എന്ത് തടസ്സമാണ് ഫാത്തിമ നിനക്കുള്ളത്? എളുപ്പമുള്ള കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകൾക്ക്, അവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള മകൾക്ക് പറഞ്ഞു കൊടുത്ത വസിയത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും നസീഹത്തുള്ളവരായിരുന്നു. അവിടുന്ന് തൻ്റെ മകളെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. അവർക്ക് നൽകിയ വസിയത്ത് എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെയും വൈകുന്നേരവും ഞാൻ ഈ പറഞ്ഞു നൽകുന്ന വാക്കുകൾ നീ പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഉപദേശിക്കുകയാണ്. വളരെ മനോഹരമായ, അനേകം സമയങ്ങളിൽ നമുക്ക് അധികരിപ്പിക്കാവുന്ന ദുആകളിൽ ഒന്നാണത്. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, യാ ഹയ്യും യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്, ഹയ്യായവനെ. അൽ ഹയ് എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊന്നാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, പരിപൂർണമായ ഹയാത്തുള്ളവൻ, പരിപൂർണമായ ജീവിതമുള്ളവൻ, അതാണ് അൽ ഹയ് എന്നതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവനോട് ദുആ ചെയ്യുക എന്നത് പ്രാർത്ഥനകൾ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ്. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായവനെ, ഖയ്യൂമായവനെ. ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ ഖയ്യൂം. ഖയ്യൂം എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിരാശ്രയനാണ് എന്നറിയിക്കുന്ന, മറ്റ് സർവ്വ സൃഷ്ടികളെയും, എല്ലാ സൃഷ്ടികളെയും നിലനിർത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് അറിയിക്കുന്ന നാമമാണ് അൽ ഖയ്യൂം. അൽ ഖായിം ബിനഫ്സിഹി അൽ മുഖീമു ലിഗൈരിഹി. ഖായിം, ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹു, അവന് ഒരാളുടെയും സഹായം ആവശ്യമില്ല, അർശിൻ്റെ ആവശ്യമില്ല, മലക്കുകളുടെ ആവശ്യമില്ല. അള്ളാഹു ഗനിയാണ്, എല്ലാ നിലക്കും അവൻ ധന്യതയുള്ളവനാണ്. അൽ മുഖീമു ലിഗൈരിഹി, എന്നാൽ അള്ളാഹുവിന് പുറമെയുള്ള സർവ്വരും അവനിലേക്ക് ആവശ്യക്കാരാണ്. നിനക്ക് ഒരു നിമിഷ നേരത്തേക്ക് പോലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ശ്വാസമെടുക്കാൻ പോലും സാധിക്കുകയില്ല. ദുർബലനാണ്. അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, നിങ്ങൾ ഫക്കീറുമാരാണ്, അള്ളാഹുവിലേക്ക് യാചിക്കേണ്ടവരാണ്, അത്രമാത്രം ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആകട്ടെ ഗനിയാണ്, ഒരാവശ്യവുമില്ലാത്തവനാണ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായവനെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ തുടക്കം. ഹയ്യും ഖയ്യൂമുമായ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന് ഇസ്മുല്ലാഹിൽ അഅ്സം, ഏറ്റവും മഹത്തരമായ ഒരു പേരുണ്ട്. ഇദാ ദുഇയ ബിഹി അജാബ് വഇദാ സുഇല ബിഹി അഅതാ. ആ പേര് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവനത് സ്വീകരിക്കും. ആ പേര് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവനത് കൊടുക്കും. ഇസ്മുല്ലാഹിൽ അഅ്സം, ഇസ്മുല്ലാഹിൽ അഅ്സം യാ അൽ ഹയ്യുൽ ഖയ്യൂം എന്നാണെന്ന് അനേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഈ 2 പേരുകളാണ് ഇസ്മുല്ലാഹിൽ അഅ്സം, ഏറ്റവും മഹത്തരമായ പേരാണത്. പ്രാർത്ഥനകളിൽ അധികരിപ്പിക്കേണ്ട ഇസ്മുകളിലൊന്നാണത്, നാമങ്ങളിലൊന്നാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസ് ഞാൻ നിന്നോട് ഇതാ ഇസ്തിഗാസ നടത്തുകയാണ്, സഹായം തേടുകയാണ്. അള്ളാഹുവിനെ കൊണ്ടോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൊണ്ടോ മാത്രമേ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ. ഇസ്തിഗാസ ഇബാദത്താണ്, ആരാധനയാണ്. സഹായത്തേട്ടം ഇബാദത്താണ്. അള്ളാഹു അല്ലാത്ത ഒരാളോടും സഹായത്തേട്ടം നടത്തരുത്. അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും,
ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യില്ല, ഞങ്ങൾ ഇസ്തിഗാസയാണ് നടത്തുന്നത്. അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ. ബദർ യുദ്ധത്തെക്കുറിച്ച് ചരിത്രം സൂറത്തുൽ അൻഫാലിൽ എങ്ങനെ പറഞ്ഞു? ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ബിറഹ്മതിക അസ്തഗീസ്, അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് ഇസ്തിഗാസ നടത്തുന്നു, സഹായത്തേട്ടം നടത്തുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം ഏറ്റവും വിശാലമായ വിശേഷണങ്ങളിൽ ഒന്നാണ്. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ആരംഭം അള്ളാഹുവിൻ്റെ ഈ വിശേഷണം അറിയിക്കുന്ന നാമങ്ങൾ കൊണ്ടാണ്. റഹ്മാൻ, റഹീം. അള്ളാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായത്തേട്ടം നടത്തുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്. അസ്ലിഹ്, അള്ളാഹുവേ നീ ശരിയാക്കണമേ, നന്നാക്കണമേ. അസ്ലിഹ് ലീ, അള്ളാഹുവേ നീ എനിക്ക് നന്നാക്കി തരണമേ. ശഅനി, എൻ്റെ കാര്യം. കുല്ലഹു, എല്ലാ കാര്യവും. എൻ്റെ ദുനിയാവ്, എൻ്റെ ആഖിറം, എൻ്റെ ദീൻ, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത്, എൻ്റെ പഠനം, എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ എനിക്ക് ശരിയാക്കി തരണം. നോക്കൂ നിങ്ങൾ, ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇനി എന്താണ് നീ ചോദിക്കാനായി ബാക്കി വെച്ചത്? ഇല്ല, ഒന്നുമില്ല. അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, അള്ളാഹുവേ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് ശരിയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, വലാ തകിൽനി, അള്ളാഹുവേ നീ ഒരിക്കലും എന്നെ ഏൽപ്പിക്കരുത്. വലാ തകിൽനി, അള്ളാഹുവേ എൻ്റെ കാര്യം നീ ഏൽപ്പിക്കരുത്. ഇലാ നഫ്സി, എന്നിലേക്ക് തന്നെ നീ ഏൽപ്പിക്കരുത്. തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിച്ചാൽ എന്താണ് അവസ്ഥ? എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് എൻ്റെ നഫ്സ് തന്നെയാണ്. എൻ്റെ നഫ്സ് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാണ്. എന്നെ അപകടങ്ങളിലേക്ക് നയിക്കുന്നത് എൻ്റെ നഫ്സാണ്. അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും എൻ്റെ നഫ്സിലേക്ക് നീ എന്നെ ഏൽപ്പിക്കരുത്. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും. ഈ കാലഘട്ടത്തിൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും മറ്റൊക്കെ നടത്തി ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന പലരും പറയുന്നതിനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഈ പ്രാർത്ഥന. ചില ആളുകൾ ചിലപ്പോൾ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ പറയും, നിങ്ങൾ സ്വപ്നം കണ്ടോളൂ, എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാം, നീ തീരുമാനിച്ചാൽ മതി, നീ ഉദ്ദേശിച്ചാൽ മതി, അസാധ്യമെന്ന വാക്ക് എൻ്റെ ഡിക്ഷണറിയിലില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കാണും. ഇല്ല, മനുഷ്യൻ ദഈഫാണ്, ദുർബലനാണ്, ഒന്നിനും സാധിക്കില്ല. അള്ളാഹുവിൻ്റെ സഹായമില്ലെങ്കിൽ അവന് ഒന്നിനും കഴിയില്ല. ഈ ദുആ നിനക്ക് വിനയം പഠിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ മുൻപിൽ താഴ്മ പഠിപ്പിക്കുന്ന, നിന്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കാൻ അള്ളാഹുവിനോട് നിനക്ക് തേടാവുന്ന, അധികരിപ്പിക്കാവുന്ന ദുആ. നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുൻപ്, സുജൂദിൽ, അതുപോലെ വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ധാരാളമായി പ്രാർത്ഥിക്കാവുന്ന ദുആ ആണിത്. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. സഹോദരങ്ങളെ, ഈ ദുആ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക.